നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നാം എത്രത്തോളം എങ്ങനെ ബുദ്ധിയുള്ളവരായിരിക്കണം എന്നാണ്. ചിലപ്പോൾ നാം ചില ക്രൂഷ്യൽ മൊമെൻറ്റിൽ നമ്മൾ പെട്ടുപോയേക്കാം. പക്ഷേ ആ സമയങ്ങളിലൊക്കെ നമ്മൾ എങ്ങനെ രക്ഷപ്പെടണമെന്നുള്ളൊരു ചിന്തയാണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പ് വെക്കാൻ പോകുന്നത്. ഒരിക്കലൊരു കുഞ്ഞാട് വഴിതെറ്റി കാട്ടിലെത്തിച്ചേരുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അവരൊരു ഗ്രൂപ്പായിട്ട് മേയുവാൻ വേണ്ടി പോവുമായിരുന്നു. പക്ഷേ ഈ കുഞ്ഞാടിന് മാത്രം വഴിതെറ്റി തുള്ളിക്കളിച്ച് കാട്ടിലെത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ആ സമയത്ത് കുഞ്ഞാടിനെ നോട്ടമിട്ട് മറ്റ് 2 കണ്ണുകൾ ആ കുറ്റിക്കാടിനുള്ളിൽ പതിയിരിക്കുമായിരുന്നു. അത് മറ്റാരുമല്ല, ഒരു ചെന്നായയായിരുന്നു. ഈ കുഞ്ഞാടിനെ ശ്രദ്ധിക്കുവാൻ കാരണം അതിൻ്റെ കഴുത്തിലൊരു മണി കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ചെന്നായ വേഗത്തിൽ ആടിൻ്റെ മുന്നിൽ ചാടി വീണു. ഞാൻ നിന്നെ ഇപ്പോൾ തിന്നുമെന്ന് പറഞ്ഞു. ആടെന്ത് ചെയ്തെന്നറിയാവോ? ഒരു നിമിഷം ഒന്ന് പകച്ചുപോയി എന്ത് ചെയ്യണമെന്ന്. ആട് ബുദ്ധിയോടെ ചിന്തിക്കുവാൻ തുടങ്ങി. ശരി, എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോളാം എന്ന് പറഞ്ഞിട്ട് ആട് ചെന്നായയോട് പറഞ്ഞു, ചെന്നായേ, എന്നെ ഇപ്പം കഴിക്കരുത്. ഞാൻ വയറ് നിറയെ നല്ല മധുരമുള്ള പുല്ല് കഴിച്ചിട്ടാണ് നിൽക്കുന്നത്. എന്ത് ചെയ്യണമെന്നറിയോ? അല്പസമയം ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഈ വയറ്റിൽ കിടക്കുന്ന പുല്ല് ദഹിക്കും. ആ പുല്ല് ദഹിച്ച് കഴിയുമ്പോഴത്തേക്കും എൻ്റെ ഇറച്ചിക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് ആവും എന്ന് പറഞ്ഞു. അപ്പോൾ ചെന്നായ അതിന് സമ്മതിച്ചു. എന്നാൽ പിന്നെ ആട്ടുകുട്ടി പറഞ്ഞാൽ അത് ശരിയായിരിക്കുമല്ലോ എന്ന് വെച്ചിട്ട് ചെന്നായ അത് സമ്മതിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ഒരു 2 സെക്കൻഡ് കഴിഞ്ഞിട്ട് കുഞ്ഞാട് വീണ്ടും പറഞ്ഞു, അതെ, ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ പുല്ല് ദഹിക്കുവാനായിട്ട് അല്പം താമസിക്കും. അതുകൊണ്ട് ചെന്നായ ചേട്ടാ ഒരു കാര്യം ചെയ്യാൻ, എന്നെ നൃത്തം ചെയ്യാനായിട്ടൊന്ന് അനുവദിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ചെന്നായ പറഞ്ഞു, ശരി, അതിന് ഞാൻ സമ്മതിക്കാം. അപ്പോൾ പറഞ്ഞു, നൃത്തം ചെയ്യണമെങ്കിൽ താളം വേണമല്ലോ. ചേട്ടൻ എൻ്റെ കഴുത്തിൽ കിടക്കുന്ന മണി അങ്ങ് ഊരിയിട്ട് അതിങ്ങനെ കിലുക്കി തന്നാൽ ആ താളത്തിനൊത്ത് ഞാൻ നൃത്തം ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ചെന്നായ അത് സമ്മതിക്കാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ആ ആടിൻ്റെ കഴുത്തിൽ കിടന്ന മണി ഊരി ചെന്നായ നല്ല താളത്തിന് മണി കിലുക്കുക. അപ്പോൾ എന്ത് ചെയ്തെന്നറിയാമോ? ആട് നൃത്തം ചെയ്യുവാൻ തുടങ്ങി. ആട് നൃത്തം നിർത്തിയില്ല, അല്പസമയം അങ്ങ് തുടർന്നു. ഈ മണി കേട്ടുകൊണ്ട് ഇടയൻ അല്പദൂരം നിൽക്കുന്നുണ്ടായിരുന്നു. ഈ ഇടയൻ ഓടി വന്നു ആടിൻ്റെ അടുത്ത്. എൻ്റെ ആടിൻ്റെ മണിയല്ലേ കിലുങ്ങുന്നത്, ഇങ്ങനെ കിലുങ്ങാറില്ലല്ലോ എന്നും പറഞ്ഞിട്ട് ഇടയൻ ഓടി വന്ന ആടിനെ ചെന്നായയിൽ നിന്നും രക്ഷിക്കുവാനിടയായി തീർന്നു. യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മെ പഠിപ്പിക്കുന്നു, നിങ്ങളിൽ ഒരുവന് ജ്ഞാനം കുറവാണെങ്കിൽ അത് സ്വർഗത്തിലുള്ള പിതാവിനോട് ചോദിക്കുക, ദൈവം നമുക്ക് ജ്ഞാനം നൽകിത്തരും. പല സന്ദർഭങ്ങളിലും നമ്മൾ നശിച്ചു പോകുമെന്നിടയാകുന്ന ഓരോ സന്ദർഭങ്ങളിലും ഈ വചനം നമ്മെ രക്ഷപ്പെടുവാൻ തക്കവണ്ണം ഇടയാകുമാറാകട്ടെ. ദൈവസന്നിധിയിൽ നിങ്ങൾക്ക് ജ്ഞാനം കുറവാണെങ്കിൽ